പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സമാനമായ സംഭവമാണ് ഷീല സണ്ണിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ നിന്ന് രക്ഷിച്ചത് ആഫ്രിക്കക്കാരന്റെ ചതിയായിരുന്നു. ഷീലയെ കൊടുക്കാനായി യഥാർത്ഥ LSD സ്റ്റാമ്പ് വാങ്ങാനാണ് മരുമകളുടെ സഹോദരി ലിവിയയും സുഹൃത്ത് നാരായണദാസും തീരുമാനിച്ചിരുന്നത്. ബംഗളൂരുവിലുള്ള ആഫ്രിക്കക്കാരനിൽ നിന്ന് 10,000 രൂപ കൊടുത്ത് ഇവർ LSD സ്റ്റാമ്പ് വാങ്ങിയത് ഷീലയെ കൊടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ഇവിടെ ഷീലയ്ക്ക് തുണയായത് ആഫ്രിക്കക്കാരന്റെ ചതിയായിരുന്നു. ഒറിജിനൽ സ്റ്റാമ്പാണെന്ന് പറഞ്ഞ് ആഫ്രിക്കക്കാരൻ ലിവിയയ്ക്ക് നൽകിയത് വ്യാജ സ്റ്റാമ്പായിരുന്നു. കാക്കനാട്ടെ അനലിറ്റിക് ലാബിലെ രാസപരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ ഷീല കേസിൽ നിന്ന് കുറ്റവിമുക്തയായിരുന്നു. അന്ന് ലിവിയയ്ക്ക് ആഫ്രിക്കക്കാരൻ നൽകിയത് വ്യാജ LSD സ്റ്റാമ്പാണെന്ന് മനസ്സിലായത് രാസപരിശോധനാ ഫലം വന്നതിന് ശേഷമാണെന്ന് പ്രതി നാരായണദാസ് പോലീസിന് മൊഴി നൽകി. യഥാർത്ഥ സ്റ്റാമ്പായിരുന്നു കൈമാറിയിരുന്നതെങ്കിൽ ഷീലയുടെ നിരപരാധിത്വം തെളിയിക്കുക എളുപ്പമായിരുന്നില്ല. സ്റ്റാമ്പ് ശരിയായി സൂക്ഷിച്ചില്ലെങ്കിലും പരിശോധനാ ഫലം നെഗറ്റീവാകും. ആഫ്രിക്കക്കാരന്റെ ചതിയോ പ്രതികളുടെ അശ്രദ്ധയോ ഷീലയ്ക്കത് തുണയായി. 2023 ഫെബ്രുവരി 27 ലഹരി മരുന്ന് കൈവശം വെച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ വ്യാജ LSD സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് തെളിഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 72 ദിവസമാണ് ഷീല ജയിലിൽ കിടന്നത്. എക്സൈസിന് വ്യാജ വിവരം നൽകിയത് മരുമകൾ ലിജിയുടെ സഹോദരി ലിവിയയും സുഹൃത്ത് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസുമാണെന്ന് പോലീസ് കണ്ടെത്തി. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ലഹരി കേസിൽ നിന്ന് അങ്ങനെ സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ ഷീല സണ്ണി രക്ഷപ്പെട്ടു. കേസിന്റെ പല ഘട്ടങ്ങളിലും അവിശ്വസനീയമെന്ന് തോന്നും വിധം ഭാഗ്യം ഷീല സണ്ണിക്ക് തുണയായി. കുറ്റം ചെയ്തിട്ടില്ലെന്ന ഷീലയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ എക്സൈസ് വകുപ്പിൽ ഉണ്ടായതും അവർക്ക് തുണയായിരുന്നു. ഷീല സണ്ണി റിമാൻഡിലായി ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന D. ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. 3 ദിവസം ചോദ്യം ചെയ്യൽ തുടർന്നു. ഷീലയ്ക്ക് മയക്കുമരുന്നുമായി നേരിട്ട് ബന്ധമില്ലെന്ന് ആദ്യ ദിവസം തന്നെ ബോധ്യമായിരുന്നതായി ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച D. ശ്രീകുമാർ പറഞ്ഞിരുന്നു. ഇക്കാര്യം കേസ് ഡയറിയിലും രേഖപ്പെടുത്തി. എന്നാൽ ഇതിന് ബലം നൽകുന്ന തെളിവുകളൊന്നും തന്നെ അന്ന് ലഭിച്ചിരുന്നില്ല. രാസപരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ ഷീലയെ കുടുക്കിയവർക്കായുള്ള അന്വേഷണം എക്സൈസ് വകുപ്പ് ഊർജിതമാക്കി. ലിവിയയാണ് കേസിലെ മുഖ്യപ്രതി. ഇവർ നിലവിൽ ദുബായിലാണ്. ലിവിയയെ പിടികൂടാനായി CBI മുഖേന ഇന്റർപോളിന്റെ സഹായം തേടും. ഷീലയുടെ ബാഗിലും സ്കൂട്ടറിലും സ്റ്റാമ്പ് വെച്ചത് ലിവിയയായിരുന്നു. അമ്മായിയമ്മയെ കൊടുക്കാൻ മരുമകളും സഹോദരിയും ശ്രമിച്ചതാണ് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഷീലയുടെ മരുമകൾ ലിജിയെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.